ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു കേട്ടോ. അപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയിട്ട് എല്ലാവരും വിരുന്നൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ എണീറ്റ് നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ വന്നിട്ടുണ്ട്. ഇന്ന് എന്താണെന്നറിയില്ല, നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ സന്തോഷം എന്താണെന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഈസി ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അരിപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ചുടുന്ന അപ്പം ഉണ്ടല്ലോ, അങ്ങനത്തെ അപ്പമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇതാകുമ്പോൾ എളുപ്പമാണല്ലോ, അരി വെള്ളത്തിലിടണ്ട, അരക്കണ്ട. അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഉപ്പ് ഇട്ടാണ്ട് അങ്ങനെ ചട്ടിയിൽ എണ്ണയാക്കിയിട്ട് ചുട്ടെടുത്താൽ മതി. പിന്നെ എന്ത് കറിൻ്റെ കൂടെ വേണേലും കഴിക്കും ചെയ്യാം. അപ്പോൾ നമുക്കിന്ന് തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയും കൂട്ടിയിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കണത്. ഇനിയിപ്പോൾ ചിക്കൻ കറിയൊന്നും ഇല്ലെങ്കിലും ഇത് അപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങയൊക്കെ ചിരകിയിട്ട് കുറച്ച് തേങ്ങയൊക്കെ ചിരകിയിട്ടാണ്ട് അങ്ങനെ അപ്പം ചൂടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെറുതെ ചായൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ അപ്പമൊക്കെ ചുട്ട് കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കും വേണം. പിന്നെ നിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പിന്നെ ഉച്ചക്ക് ഫുഡൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഉച്ചക്ക് ഫുഡൊക്കെ അമ്മ അവിടെ ഉണ്ടാക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒന്ന് നല്ല സന്തോഷമുള്ള ദിവസമാണ്. അത് വീട്ടിലേക്ക് പോണ സന്തോഷമാണ് കേട്ടോ, അല്ലാത്ത സന്തോഷമൊന്നുമല്ല. നമ്മളെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് തീരും ചെയ്യും. നമുക്ക് മനസ്സിന് തന്നെ ഒരു സന്തോഷമാണല്ലോ അല്ലേ. പിന്നെ ഇപ്പോൾ കുറേ ആയിക്കണം കേട്ടോ വീട്ടിലേക്കൊക്കെ പോയിട്ട്. അങ്ങനെ അപ്പം ചുടലൊക്കെ കഴിഞ്ഞു. പിന്നെ ചിക്കൻ കറിയൊക്കെ ചൂടാക്കി ചായയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ഒരു പഴക്കൊല ഉണ്ട് കേട്ടോ വെട്ടാൻ. ഇന്നലെ കണ്ടിട്ടുണ്ട് ഞാൻ, ഇന്നലെ വൈകുന്നേരം കണ്ടിക്കണ്. അപ്പം മടിബാങ്കൊക്കെ കൊടുക്കാനായിട്ടുണ്ട്. ഞാൻ കണ്ടപ്പോൾ കിളിയാളിങ്ങനെ കുറച്ച് പഴങ്ങളൊക്കെ തിന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ വെട്ടാമെന്ന് വിചാരിച്ചു. നമ്മളെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും കേട്ടോ പഴക്കൊല, നമ്മളെ തൊടിയിലുണ്ടാവും. അപ്പോൾ ഈ പഴക്കൊല വെട്ടണമെന്ന് ഭയങ്കര വിറ്റേക്കാനും. കാരണം ഇതിങ്ങനെ വാഴ ഇങ്ങനെ വെട്ടി ഒരു 2-3 വെട്ട് വെട്ടിയിട്ട് പിന്നെ ആ വാഴൻ്റെ കൈ ഉണ്ടല്ലോ, ഇലൻ്റെ ആ ഒരു ഉണങ്ങിയ ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ പിടിച്ചിട്ട് പതുക്കെ ഇങ്ങനെ വലിക്കണം. അപ്പോൾ വാഴ പതുക്കെ ഇങ്ങനെ വരുമ്പോൾ പഴക്കോല അങ്ങനെ വെട്ടാൻ സുഖമാണ്. ഇൻ്റെത് അങ്ങനെയല്ല കേട്ടോ. എപ്പോൾ ഞാൻ ഇത് വെട്ടുകയാണെന്നുണ്ടെങ്കിലും ഒന്നായിട്ട് അങ്ങോട്ട് വീഴും. ആ വീഴുന്ന വീഡിയോ ഞാൻ ഡിലീറ്റ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ തൊടിക്ക് ഒന്നായിട്ടായിട്ട് വീണിട്ടുണ്ട്. നമുക്ക് പോയോക്കാം എന്താ പഴക്കൊല ചിന്നി ചെതറിക്കണമെന്നൊക്കെ. ചില സമയത്ത് ഇങ്ങനെ കായൊക്കെ പൊട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടി തെറിക്കലൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ എന്തായാലും അങ്ങനത്തെ യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ വീണ പോലെ തന്നെയാണ്. ഒന്നായിട്ട് വീണൊക്കെയാണെങ്കിലും പഴക്കൊലക്ക് ഒന്നും പറ്റിയിട്ടില്ല. ഇവിടെ പുല്ലൊക്കെ ഉണ്ടായതുകൊണ്ടാവും. ഇത് ഞാൻ ഒറ്റയ്ക്ക് വെട്ടുമ്പോഴും മാത്രമല്ല കേട്ടോ അങ്ങനെ സംഭവിക്കൽ. ചിലപ്പോൾ ബാവുക്കാക്കും ഉണ്ടാകുമ്പോഴും അങ്ങനെ തന്നെയാണ്. ബാവുക്കാക്കും ഇങ്ങനെ വാഴ വെട്ടും, ഞാനിങ്ങനെ പിടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കും. എവിടെ എനിക്ക് പിടിക്കാനൊന്നും കിട്ടൂല, അതൊന്നായിട്ട് വീഴൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ പഴക്കൊല വലിയൊരു പഴക്കൊലയാണ്. അപ്പോൾ ഇനിയുള്ള ടാസ്ക് ഇത് അകത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് ഗതികേടാണ്, കുറച്ച് വെയിറ്റൊക്കെ ഉണ്ട് കേട്ടോ അത്. പിന്നെ എപ്പോൾ നമുക്ക് ഇതേപോലെ പഴക്കൊല പഴുത്ത് വരികയാണെന്നുണ്ടെങ്കിലും ഫസ്റ്റത്തെ ചീർപ്പ് കിളിയാൾ തന്നെയാണ് കേട്ടോ തിന്നൽ. അപ്പോൾ ഓർക്കും വേണ്ട തിന്നാം. അപ്പോൾ ആ ഭാഗമൊക്കെ ഞാൻ നല്ലോണം ചെത്തിക്കളഞ്ഞ് വൃത്തിയാക്കുന്നുണ്ട്. ഇപ്പോൾ പക്ഷികളെ കൊക്കൊക്കെ തട്ടിയ ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ പേടിയാണ്. കാരണം പണ്ടത്തെ പോലെയല്ലല്ലോ. പണ്ടൊക്കെ പഴങ്ങളൊക്കെ ഇപ്പോൾ മാങ്ങ അങ്ങനെയുള്ളതൊക്കെ കിളിയൊക്കെ കൊത്തിയ ഭാഗമാണെങ്കിലും ചെത്തി കളഞ്ഞിട്ട് കഴിച്ചിന കാലമുണ്ട് അല്ലേ. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും പറ്റൂല. അപ്പോൾ കിളിയാൾ കൊത്തി ആ ഒരു ഭാഗം ഞാൻ ഫുള്ളായിട്ട് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2 പഴക്കൊലയും കൂടെ ഉണ്ട് കേട്ടോ അവിടെ. അത് മൂക്കാനായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ പഴക്കൊലയൊക്കെ തലയ്ക്കൊക്കെ വെച്ചാണ്ട് ഞാൻ കൊണ്ടുപോകട്ടെ. അല്ലാതെ എങ്ങനെ ഇത് കൊണ്ടുപോകാൻ കഴിയണില്ല. ഇതിൻ്റെ മറ്റേ ഭാഗം ഐഫക്കുട്ടി പിടിച്ചൊക്കെ ചെയ്തു, പക്ഷെ അത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ തലയ്ക്കാണ് എടുത്ത് വെച്ചിട്ടോ. അങ്ങനെ പഴക്കൊലയൊക്കെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇത് വലിയ പഴക്കൊല ആയതുകൊണ്ട് കിച്ചണിൽ കെട്ടി തൂക്കാനൊക്കെ ഗതികേടാണ്. അപ്പോൾ അതിന് മക്കളെ ബുദ്ധിമുട്ടിക്കണം. അപ്പോൾ ഞാൻ അത് കടയിൽ കൊടുക്കാട്ടോ ചെയ്തത്. പിന്നെ നമുക്ക് 2 കൊല വേറെ ഉണ്ടല്ലോ, അപ്പോൾ അത് വഴുക്കുമ്പോൾ അത് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചിഞ്ചുമോൾ ഹോസ്റ്റലിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ പോന്നപ്പോൾ കുറച്ച് പാലൈസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പാലൈസും കുറച്ച് ഓറഞ്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അനിയത്തി മക്കളും അതേപോലെ തന്നെ നാത്തൂനും കുട്ടികളും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് വേണം നാത്തൂനൊക്കെ ഓളെ വീട്ടിലേക്ക് പോകാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കൂൾ പൂട്ടിയതല്ലേ, എല്ലാവർക്കും വേണ്ട അവനൻ്റെ വീട്ടിൽ നിൽക്കല്ലേ. കുട്ടികളെല്ലാവരും ഒരുമിച്ച് കൂടിയാൽ ഭയങ്കര രസമാണ് കേട്ടോ. ഭയങ്കര ഒച്ചയും വിളിയും ബഹളവും ഒക്കെയാണ്. അപ്പോൾ ഐസൊക്കെ എല്ലാവർക്കും ഓരിച്ച് കൊടുത്തു. പിന്നെ കുറച്ച് ഓറഞ്ചും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓറഞ്ചും എല്ലാവർക്കും ഓരിച്ച് കൊടുത്തൊക്കെ ചെയ്തു.
പിന്നെ അതാ നാത്തൂന് നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കിനി. അങ്ങനെ അതൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ അമ്മ ഉണ്ടാക്കിയൊരു മാങ്ങഞ്ചിയും പിന്നെന്താ പപ്പായൊക്കെ ഇട്ടിട്ട് ഒരു അച്ചാറും ഉണ്ടായിന് കേട്ടോ. അതേപോലെ പപ്പടം ഒക്കെ ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ കൂട്ടിക്കുഴച്ച് ചോറൊക്കെ കഴിച്ചു. ഞാൻ ഇവിടെ വീട്ടിൽ വന്നാൽ അധികം ടേബിൾ മേലല്ല കേട്ടോ ഫുഡ് കഴിക്കൽ. ഞാൻ കസേരയിൽ പുറത്ത് സിറ്റ് ഔട്ടിൽ കസേര ഉണ്ടാവുമല്ലോ, ആ കസേരയിൽ ഇരുന്നിട്ടാട്ടോ ഞാൻ ചോറ് കഴിക്കൽ. അപ്പോൾ മറ്റവരൊക്കെ കഴിച്ചിക്കണ്. അപ്പോൾ ഞാൻ തന്നെ ഉള്ളൂ കഴിക്കാൻ. അങ്ങനെ ഞാനും ചോറൊക്കെ കഴിച്ചു. പിന്നെ ഒന്ന് പുറത്ത് പോവാണ്ടേനും, ഒരു ബാങ്കിൽ പോവാണ്ടേനും കേട്ടോ പൂക്കോട്ടുംപാടത്ത്. അപ്പോൾ ഞാനും അനിയത്തിയും കൂടിയിട്ട് അങ്ങനെ ബാങ്കിലൊക്കെ പോയി. അങ്ങനെ അവിടുന്ന് തിരിച്ചു പോരുകയാണ്. അപ്പോൾ മക്കൾ പോന്നപ്പോൾ പറഞ്ഞേനി ഓറഞ്ച് കൊണ്ടുവരേണ്ടി പറഞ്ഞു കേട്ടോ. ഓറഞ്ച് രാവിലെ 2 കിലോ കൊണ്ടുപോയിക്കണ്. അപ്പോൾ അത് അവർക്ക് തികഞ്ഞിട്ടില്ല, ഇനിയും കൊണ്ടുവരണം പറഞ്ഞപ്പോൾ അങ്ങനെ ഓറഞ്ചൊക്കെ വാങ്ങി തിരിച്ചു പോരാ കേട്ടോ. അപ്പോൾ ചെട്ടിയിൽ ഒരു പാടമുള്ള സ്ഥലമുണ്ട് കേട്ടോ. അവിടെ ഒരു ഒഴിഞ്ഞൊരു സ്ഥലമാണ്, നല്ല ഭംഗി കേട്ടോ കാണാൻ. അപ്പോൾ അവിടെ നമ്മളെ ഒരു യൂട്യൂബറാണ് കേട്ടോ ഇത്, നമ്മളൊരു സബ്സ്ക്രൈബറും കൂടിയാണ്, ദിവ്യാസ് കിച്ചൺ. നിങ്ങൾ കാണലുണ്ടോയെന്ന് അറിയില്ല, ഇല്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കോണ്ടിട്ടോ ദിവ്യാസ് കിച്ചണിന്ന്. അപ്പോൾ അവരിവിടെ പായസം വിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പായസം വാങ്ങി ഓരോ കയ്യിൽ നിന്ന്. നല്ല ടേസ്റ്റുള്ള പായസം ഇനി കേട്ടോ. ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അവിടെ. അപ്പോൾ കുറേ ആണുങ്ങളാണ് അവിടെ. അപ്പോൾ പിന്നെ ചായ വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞപ്പോഴാണ് കേട്ടോ ഇവിടെ കണ്ടത്. അങ്ങനെ ഓരോ കയ്യിൽ നിന്ന് പായസമൊക്കെ വാങ്ങി കുടിച്ചു. പിന്നെ കുട്ടികൾക്ക് ചായക്ക് കടി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ആ കടയിൽ വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ചൂടുള്ള പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ പൊക്കവട, സമൂസ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഈ വൈകുന്നേര സമയത്ത് ഇവിടെ ഇരുന്ന് ചായയൊക്കെ കുടിക്കാൻ നല്ല രസമാട്ടോ. എന്താ പറയുക, പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല മനസ്സമാധാനത്തോടെ ഇരുന്ന് കുടിക്കുക. നല്ലൊരു വൈബാണ് കേട്ടോ. അങ്ങനെ കുട്ടികൾക്കുള്ള ചായക്ക് കടിയൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. പിന്നെ ഞാൻ അങ്ങനെ പുറത്ത് പോകുന്ന വീഡിയോസൊന്നും അധികം എടുക്കാറില്ല. കാരണം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു മടിയാണ്. ഇഷ്ടമല്ലായിട്ടല്ല, വീഡിയോ എടുക്കാനൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നും, പക്ഷേ കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ എനിക്ക് മടിയാട്ടോ അങ്ങനെ വീഡിയോ എടുക്കണത്. എന്നാലും ഞാൻ ജസ്റ്റ് ആരെയും കാണാതെ അവിടെ ഇവിടെയൊക്കെ ഓരോ ക്ലിപ്പ് എടുക്കണതാണ് കേട്ടോ ഇത്. നമ്മൾ വീഡിയോസൊക്കെ കാണുന്ന ചില ആൾക്കാർക്ക് നമ്മൾ കുക്കിംഗ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഇഷ്ടം. ചില ആൾക്കാർക്ക് ഇതേപോലെ ട്രാവൽ ചെയ്യണതൊക്കെ വീഡിയോ എടുക്കുകയാണെങ്കിൽ അതും ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഒന്ന് മാറ്റി പിടിച്ച് നോക്കിയതാണ്. പിന്നെ അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഇതാ നമ്മൾ പൊക്കവടയും സമൂസയൊക്കെ പ്ലേറ്റിലിട്ട് ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിനി. അങ്ങനെ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ വിളിച്ച്. ഇത് സമൂസ വാങ്ങിയപ്പോൾ ചില്ലറ ഉണ്ടായിന് കേട്ടോ 30 രൂപ. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞു എന്നാൽ പൊക്കവട ഇട്ടളി പറഞ്ഞാൽ അങ്ങനെ ഇട്ടതാട്ടോ. 30 രൂപക്ക് കുറേ പൊക്കവട കിട്ടിയിരിക്കണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കവറിൽ കുറച്ച് ചട്നിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സമൂസയും പൊക്കവടയൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. പൊക്കവട ആണെങ്കിലും സമൂസ ആണെങ്കിലും ഒക്കെ. സമൂസൻ്റെ ഫില്ലിങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക്, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ എന്താ അവിടെ എത്തിയാൽ വീഡിയോ എടുക്കാനൊക്കെ മടിയാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം ആയും ചെയ്ത്, അപ്പോൾ പിന്നെ അധികം വീഡിയോ ഒന്നും എടുക്കാനില്ല. പിന്നെ കുക്ക് ചെയ്യുന്ന അതൊക്കെയല്ലേ വീഡിയോ എടുക്കാൻ. അപ്പോൾ വൈകുന്നേരത്തിനുള്ള ചോറും കറികളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ആദ്യമൊക്കെ ഞാൻ വീട്ടിൽ വന്നാലും കുക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കിച്ചണിക്ക് അങ്ങനെ കുക്കിങ്ങിനൊന്നും പോവലില്ല. നാത്തൂൻ തന്നെ കേട്ടോ കുക്കിങ്ങൊക്കെ ചെയ്യൽ. പിന്നെ അതൊക്കെ അടിച്ചു വാരി തുടച്ചു കൊടുക്കും, അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യും. അപ്പോൾ എന്തായാലും എല്ലാവരും ചായയൊക്കെ കുടിച്ച് പിന്നെ രാത്രി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ രാത്രികൾക്ക് ഇതാ ചോറും നല്ല മാന്തളിമയും ഫ്രൈ ചെയ്തതും പിന്നെ പപ്പായ കൊണ്ട് ഉപ്പേരി ഉണ്ട്, അതേപോലെ തന്നെ ഉമ്മാൻ്റെ എന്താ പറയുക മാങ്ങഞ്ചിയും പപ്പായൊക്കെ ഇട്ടിട്ടുള്ള അച്ചാറും ഉണ്ടായിന്. പിന്നെ നല്ലൊരു മത്തൻ കറി ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇനി ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.